ബിഗ് ബോസ് മലയാളം സീസൺ 7-ലൂടെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ വ്യക്തിയാണ് RJ ബിൻസി. അവതാരകരെ കണ്ടെത്താനുള്ള സ്വകാര്യ ചാനൽ റിയാലിറ്റി ഷോയിലൂടെയാണ് ബിൻസി ആദ്യം ശ്രദ്ധിക്കപ്പെടുന്നത്. പിന്നീട് ബിഗ് ബോസിലൂടെ കൂടുതൽ പ്രശസ്തിയാവുകയായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലും സജീവമാണ് ബിൻസി. കഴിഞ്ഞ ദിവസം വിവാഹ സങ്കല്പങ്ങളെക്കുറിച്ചും പങ്കാളിയെക്കുറിച്ചും ബിൻസി നടത്തിയ പ്രതികരണം സമൂഹ മാധ്യമങ്ങളിൽ സംസാര വിഷയമായിരുന്നു. എന്നെ കിട്ടുന്നവന് മാസം 50,000 അങ്ങോട്ട് കൊടുക്കും, പകരം എന്നെ സ്നേഹിക്കണം എന്നായിരുന്നു ബിൻസിയുടെ വെളിപ്പെടുത്തൽ. എനിക്ക് പാർട്ട്ണർ ഇല്ല, ഒറ്റയ്ക്കാണ്, ഞാൻ വെയിറ്റിംഗ് ആണ്, എനിക്ക് 27 വയസ്സാണുള്ളത്. 30 വയസ്സുള്ള ഒരു ചേട്ടനെ കിട്ടിയാൽ സന്തോഷം. ഏജും ജോലിയും ഒന്നും എനിക്ക് പ്രശ്നമല്ല, ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. ജോലിക്ക് പോവാൻ മടിയുള്ള ആളാണെങ്കിലും ഞാൻ നോക്കിക്കോളാം. ഞാൻ ചെലവിന് തരും, പക്ഷെ എന്നെ സ്നേഹിക്കണം, കെയർ ചെയ്യണം. മാസം 50,000 രൂപ വരെ കൊടുക്കാം. ബിൻസിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. എന്നാൽ ആ വീഡിയോ ഇട്ടതേ ബിൻസിക്ക് ഓർമ്മയുള്ളൂ. ബിൻസിക്ക് ട്രോളുമായി വീട്ടിൽ നിന്ന് തന്നെ സ്വന്തം അമ്മ എത്തി. RJ ബിൻസിയുടെ അമ്മ ജിൻസിയാണ് കക്ഷി. RJ ബിൻസി എന്റെ മകളാണ്, ഇവളെ കൊണ്ട് എനിക്ക് ഒരു സ്വസ്ഥതയുമില്ല. ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, എല്ലാ ചെറുക്കന്മാരും ഇത് കേൾക്കണം എന്ന മുഖവരയോടെയാണ് ജിൻസിയുടെ രസകരമായ വെളിപ്പെടുത്തൽ. മകളെ മാക്സിമം ട്രോളുന്നുണ്ട് ജിൻസി വീഡിയോയിൽ. അവളെപ്പോലൊരു ഭൂലോക പിശുക്കിയെ ഞാൻ കണ്ടിട്ടില്ല. 50,000 അല്ല, 1,00,000 തന്നാലും ആരും പോവല്ലേട്ടോ എന്ന മുന്നറിയിപ്പോടെയാണ് ജിൻസി വീഡിയോ അവസാനിപ്പിക്കുന്നത്. കോട്ടയം സ്വദേശിയായ ബിൻസി മീഡിയ ലോകത്തെ സുപരിചിത മുഖമാണ്. നിലവിൽ സ്വകാര്യ FM-ൽ റേഡിയോ ജോക്കിയാണ് ബിൻസി ബിജു. FM സ്റ്റേഷന് പുറത്തും ആക്റ്റീവാണ് ബിൻസി. ടെലിവിഷൻ അവതാരക എന്ന നിലയിലും ബിൻസി തിളങ്ങിയിട്ടുണ്ട്. ബെല്ലടിക്കൂ ബില്ലടയ്ക്കാം എന്ന പരിപാടിയിലൂടെയാണ് ബിൻസി അവതാരികയായി കഴിവ് തെളിയിച്ചത്. ദ നെക്സ്റ്റ് ടോപ്പ് ആങ്കർ എന്ന ടാലന്റ് ഹണ്ട് റിയാലിറ്റി ഷോയിലെ വിജയിയുമാണ് ബിൻസി. നടി നൈല ഉഷയും ബിഗ് ബോസ് സീസൺ 1-ലെ ജേതാവായ സാബുമോനുമായിരുന്നു ഈ റിയാലിറ്റി ഷോയിലെ വിധികർത്താക്കൾ. അടുത്തിടെ കോമഡി മാസ്റ്റേഴ്സ് എന്ന ഷോയിൽ അതിഥിയായും ബിൻസി എത്തിയിരുന്നു. ബിഗ് ബോസിലൂടെയാണ് ബിൻസിയെ കൂടുതലായും നമ്മൾ അറിഞ്ഞത്. ബിൻസിയുടെ വീഡിയോകളെല്ലാം ഇപ്പോൾ നിമിഷ നേരം കൊണ്ടാണ് വൈറലായി മാറുന്നത്. സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും വ്യത്യസ്തമായ നിലപാടുകളിലൂടെയും തുറന്നു പറച്ചിലുകളിലൂടെയും ബിൻസി ശ്രദ്ധേയാകാറുണ്ട്. അടുത്തിടെ തന്റെ വിവാഹ സങ്കല്പങ്ങളെക്കുറിച്ചും പങ്കാളിയെക്കുറിച്ചുമുള്ള ബിൻസിയുടെ ഏറ്റവും പുതിയ പ്രതികരണം സമൂഹമാധ്യമങ്ങളിൽ വൻ ചർച്ചയായിരിക്കുകയാണ്. പരമ്പരാഗത വിവാഹ രീതികളിൽ നിന്നും സ്ത്രീധന സമ്പ്രദായങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ എന്നാൽ ഏറെ കൗതുകമുണർത്തുന്ന ഒരു പ്രഖ്യാപനമാണ് ബിൻസി നടത്തിയത്. പാർട്ട്ണർ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു പോകും. ബിൻസി കഴിഞ്ഞ ദിവസം തന്റെ സഹോദരിക്കൊപ്പം ബൈക്ക് എടുക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് വീഴാൻ പോകുന്നതിന്റെയും ഒക്കെ വീഡിയോ വൈറലായി മാറിയിരുന്നു. അത് മാത്രമല്ല, തന്റെ കുടുംബങ്ങൾക്കെല്ലാം ഒപ്പമുള്ള വീഡിയോകളൊക്കെ ബിൻസി പങ്കുവയ്ക്കാറുണ്ട്. ഈ ബിൻസി പങ്കുവയ്ക്കുന്ന വീഡിയോകളൊക്കെ നിമിഷ നേരം കൊണ്ടാണ് വൈറലായി മാറുന്നത്. ഇത്തരത്തിൽ നിരവധി വീഡിയോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ളത്. RJ ബിൻസി ബിഗ് ബോസിൽ എത്തുന്നതിന് മുൻപ് അത്ര പ്രേക്ഷക പ്രീതി നേടിയ ഒരു RJ അല്ലായിരുന്നു എന്ന് വേണം പറയാൻ. എന്നാൽ ബിഗ് ബോസിൽ എത്തിയ ശേഷം താരം വലിയ രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി. അപ്പം അവർക്ക് കണ്ടന്റ് ദാരിദ്ര്യം വന്ന കാരണം എന്തെങ്കിലും വേണമല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞായിരിക്കും. പിന്നെ അപ്പാനിയായിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുന്നതിന് ഒരു 3 ദിവസം മുമ്പാണ് അക്ബർ അപ്പാനി കൂട്ടുകെട്ടിലേക്ക് ഞാൻ പോകുന്നത്. അവരുടെ അങ്ങനെ കമ്പനി ആയിട്ടുള്ള അവരുടെ കൂടെ പോയി ഇങ്ങനെ ഇരുന്ന് ഇടയ്ക്കൊക്കെ സംസാരിക്കാറുണ്ട്. ഞാൻ ആ വീട്ടില് എല്ലായിടത്തും മിണ്ടും, എല്ലായിടത്തും സംസാരിക്കും. എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയാൻ വേണ്ടി അവിടെ അങ്ങനെ ആരും ഇല്ല. അതുപോലെ തന്നെ ഞാൻ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവിടെ ആർക്കും അങ്ങനെ എന്നോട് ദേഷ്യമല്ല, എനിക്ക് അങ്ങനെ ദേഷ്യം വെക്കേണ്ട ഒരു സാഹചര്യം അങ്ങനെ ഉണ്ടായിട്ടില്ല. ന്യൂട്രൽ ആയിട്ട് തന്നെയാണ് എല്ലായിടത്തും നിൽക്കുന്നത്. അപ്പൊ ലാസ്റ്റ് ഒരു 2-3 ദിവസം അക്ബർ ചേട്ടന്റെ അടുത്ത് അപ്പാനി ചേട്ടനൊക്കെ പോയി ഇങ്ങനെ ഇരിക്കുന്നു. ഞങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോ, സരിക ചേച്ചി, ബിന്നി, ഞങ്ങൾ എല്ലാവരും കൂടി കൗണ്ടേഴ്സ് ഒക്കെ പറഞ്ഞു ഭയങ്കര ഫണ്ണാക്കിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ പിന്നെ അപ്പാനിനെ ക്ലോസ് ആക്കാൻ അവരെന്റെ അടുത്ത് ഇങ്ങനെ തമാശക്ക് അപ്പാനി മാത്രം ബിൻസി കൊച്ചേ എന്നൊക്കെ വിളിക്കുമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ പറയും, ഞാൻ തിരിച്ച് ചാച്ചനെ പോലാണെന്നാ പറഞ്ഞത്. കാരണം അപ്പാനി അകത്തുള്ള അപ്പാനി എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുള്ള എന്തൊക്കെയാന്ന് എനിക്ക് അറിയില്ല, പക്ഷെ പുള്ളി ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ആളായിട്ടാണ് എനിക്ക് തോന്നിയത്. സാധാരണ ഞാനും ഒരു സാധാരണക്കാരിയാണ്, എന്റെ അപ്പനും ഒരു സാധാരണക്കാരായ മനുഷ്യനാണ്. അപ്പാനോട് സംസാരിക്കുമ്പോൾ ഒരു ബ്രദർ അല്ലെങ്കിൽ ഒരു ചാച്ചൻ എന്ന് പറഞ്ഞാൽ അപ്പനെ വിളിക്കും, ആങ്ങളേനെ വിളിക്കും. അപ്പൊ ആ ഒരു വൈബാണ് പുള്ളിയുടെ അടുത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഇത് കാരണം പിന്നെ പുള്ളി എഫോർട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് അകത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ആയിട്ട് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ പുള്ളി തന്നെ പോയി വിളിച്ചു വീണ്ടും. ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള അനുവിന്റെ വിഷയം, അനു ഒരു കാര്യമില്ലാണ് അത്രയും പറഞ്ഞത് പുള്ളിനെ എന്റെ പേരിൽ എന്തൊക്കെയോ. അപ്പൊ എന്താ ശരത്തേട്ടൻ കാരണം ഒരാൾ പുറത്തു പോയി, വീടിന് പുറത്ത് ഒരു പെൺകുട്ടി പോയി എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്. അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് ഇവർ തമ്മിൽ കൂട്ടാവുന്നതും മിണ്ടുന്നതൊക്കെയാ. അപ്പൊ അപ്പാനി അങ്ങനെയാണ് എല്ലാവരുടെ അടുത്തും.
അപ്പം ഒരുപാട് ഇപ്പം ടാസ്കിലൊക്കെ ആണെങ്കിലും പുള്ളി ഹാർഡ് വർക്ക് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സാധനം ആയത് കാരണം പുള്ളി ജയിക്കണം എന്നൊരു ആഗ്രഹം അപ്പൊ തോന്നി, അത് പുള്ളി എടുത്ത് പറഞ്ഞിട്ട് അങ്ങ് പോന്നു. പക്ഷേ അതെ, അത് കാണുമ്പം എനിക്കത് അതിനകത്ത് ഇപ്പൊ എന്താ പറയാ, നമ്മളൊക്കെ ഫ്രണ്ട്സിനെ ഇടയ്ക്ക് നമ്മൾ ബൈ പറയുന്ന സമയത്ത് നമ്മൾ ഹഗ് ചെയ്യാറുണ്ട്, നമ്മൾ ബൈ പറയാറുണ്ട്. സോ എനിക്ക് പേഴ്സണലി എനിക്ക് അതിന് ഒരു ഇതായിട്ടും തോന്നിയിട്ടില്ല. പക്ഷെ ഈ സോഷ്യൽ മീഡിയയിൽ ഇത് ഫോളോ ചെയ്യുന്ന കുറച്ച് പേരൊക്കെ അത് ശരിയായില്ല, എന്തുകൊണ്ടാണ്, കാരണം മൾട്ടിപ്പിൾ ആയിട്ട് ഒരാളെ, പിന്നെ മാത്രമല്ല അപ്പാനയുടെ വൈഫ് രേഷ്മ പ്രഗ്നന്റ് ആണ്. അപ്പം അതുവരെ അവർ അതിനകത്ത് എടുത്തു പറഞ്ഞിട്ട് ഇമോഷണൽ സാധനം അവിടെ ഡെവലപ്പ് ചെയ്യാൻ നോക്കുകയാണ്. കണ്ടോ, എന്നിട്ടും ഇപ്പൊ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, ഫാമിലി വരാൻ അവരെ കാണാനായിട്ട് ചാൻസ് കൊടുക്കുന്നു, അപ്പോഴും ആ പോയിന്റിന് വേണ്ടിയിട്ട് ഫാമിലിനെ ഇത് ചെയ്യുന്നില്ല. അപ്പൊ അതൊക്കെ ആര്യനൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ ഇമോഷണലി ഒക്കെ നമ്മളെ എത്രത്തോളം തളർത്താൻ പറ്റുന്നോ നിങ്ങൾ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാരെ, ഇങ്ങനെയാണോ ശരിക്കും ഈ ഒരു ഗെയിം? അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇവര് കണ്ടന്റ് എന്നുള്ളതിലുപരി ഇതൊരു മൈൻഡ് ഗെയിം ആണല്ലോ. അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ തളർത്തിക്കൊണ്ട് നമുക്ക് ജയിക്കാവുന്ന ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്ന ഒരുപാട് പേര് അവിടെ ഉണ്ട്. എക്സ്ട്രീം ലെവലിൽ നമുക്ക് തളർത്താം, അതിനുള്ള ലൈസൻസ് കൊടുക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്കറിയില്ല, ഓരോരുത്തരുടെ മനസ്സിലും ഓരോ കാര്യങ്ങളാണ്. ഇപ്പം ഷാനവാസ്, ഞാൻ ഫസ്റ്റ് പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറഞ്ഞ ടാസ്കിൽ പോകുന്ന സമയത്ത് നമ്മുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഭയങ്കര ഒരു സാധനമാണ് നമുക്ക് തന്നെ. അപ്പം ഓക്കെ, എന്നാലും നമുക്കറിയാം ഗെയിമാണ്. കാരണം പുള്ളി തന്നെ നമ്മുടെ അടുത്ത് വന്ന് സെക്കൻഡ് ഡേ പറഞ്ഞു, എന്താ ഞാനൊരു ആക്ടറാണ്, അപ്പം ഞാൻ അഭിനയിച്ചെന്നെ നിൽക്കാൻ വേണ്ടിയാണ്, അപ്പൊ എന്നെ ഒരുപാട് പേര് സ്വീകരിച്ചിട്ടുണ്ട്, ആക്ടറായിട്ട് ശരിയാണ്, അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇനി ഞാൻ ഇവിടെ അങ്ങനെ നിൽക്കും എന്ന് പറയുമ്പോൾ അതിലെ നൂറൊക്കെ പറയുന്നുണ്ട്, ആ ചേട്ടാ ശരി. അത് കഴിയുമ്പോൾ ഞങ്ങൾ മാറിയെന്ന് പറയുന്നുണ്ട്, അഭിനയിച്ച് നിൽക്കുന്ന പറയുന്നത് എന്താകും എന്ന് അറിയില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഈ പുകഞ്ഞകൊള്ളി പുറത്തിന് പുള്ളി ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയുന്നത് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാന്നൊക്കെ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ വന്നിട്ട് അക്ബറിക്കാൻ ഞങ്ങളുടെ അടുത്ത് എല്ലായിടത്തും വന്ന് പറയുന്നുണ്ട്, എടാ പുള്ളിനെ വിശ്വസിക്കരുത്, കാരണം പുള്ളി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു എനിക്ക് അവരെ വിശ്വാസമൊന്നുമില്ല, ഞാൻ കിടന്നുറങ്ങും, ആ ഒരു സാധനം പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ എന്താ ഷാനവാസി അവരിവരും പറയുന്ന കേൾക്കാണ്ട് ഞാൻ ഷാനവാസിക്കടുത്ത് നേരെ എന്ന് ചോദിച്ചു, അങ്ങനെ പറഞ്ഞോ, ഞങ്ങളുടെ ഞങ്ങളെ വിശ്വാസമാണെന്ന് പറഞ്ഞു. അവിടെ ചെന്നിട്ട് പറഞ്ഞു അവരെന്റെ കുഞ്ഞമ്മയുടെ മക്കളൊന്നും അല്ല. കറക്റ്റ് ആ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചത്, കുഞ്ഞമ്മയുടെ മക്കളൊന്നും അല്ലല്ലോ, എനിക്ക് അങ്ങനെ വിശ്വാസമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. സത്യമാണെന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞു, അതിന്റെ ഗെയിമാണ് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ കാര്യം തന്നെ മാറ്റി പറയുന്ന ആൾക്കാരെ ഞാൻ ആദ്യമായിട്ട് വഴക്കുണ്ടാക്കുന്ന പുള്ളിയെടുത്താ. കാരണം പറഞ്ഞ ഒന്നെങ്കിലും ഒരു നിലപാടിയെ ഉറച്ചു നിൽക്കണം, അല്ലെ അതിന്റെ ഗെയിം ആണെന്നുള്ള കാര്യം പറഞ്ഞാൽ അത്രേ ഉള്ളൂ, തീർന്നു. പക്ഷെ പുള്ളി തന്നെ ഞങ്ങളുടെ അടുത്ത് മാറ്റി പറഞ്ഞു. അതുപോലെ ഗെയിം കളിക്കാൻ നിൽക്കുന്ന ആളുകളുണ്ട്, പിന്നെ പുറത്ത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് അകത്ത് വന്ന് വേറൊരു സാധനം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ഓരോരുത്തരുടെ മനസ്സിലാണ് അവരുടെ ഗെയിം ഇരിക്കുന്നത്. അത് എത്രത്തോളം രൂക്ഷമാകാവോ അല്ലെ എത്രത്തോളം സോഫ്റ്റ് ആകാവോ. ഞാനൊക്കെ ആരെയും ഉപദ്രവിക്കണ്ട, മറ്റുള്ളവർക്ക് ഒരു ദോഷം വരണ്ട, ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം പ്രതികരിക്കാന്ന് വിചാരിച്ച് ഗെയിം കളിക്കാൻ പോയ ഒരാളാണ് ഞാൻ. അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഇവിടെ വന്നിരിക്കേണ്ടി വന്നത്. പക്ഷേ ഇപ്പൊ തന്നെ പറഞ്ഞു, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ബിൻസി ആദ്യമായിട്ട് ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരുന്നത് ഷാനവാസായിട്ടാണ്. പക്ഷെ നിങ്ങളൊക്കെ ഒരേ മാക്സിമം ഫ്രണ്ട്ലി ആയിട്ടും ഒരേ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ബിൻസിയുടെ പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു കണ്ടന്റ് അത് എഗെയിൻ ആ ഒരു മൊമെന്റ് കണ്ടന്റ് ആക്കിയതും ഷാനവാസ് തന്നെയാണ് അല്ലേ? അവിടെ അതൊരു ഇഷ്യൂ ആക്കി അതിനെ ഡെവലപ്പ് ചെയ്തെടുത്തതും അത് ബിൻസിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നോ? പ്രതീക്ഷിച്ചിരുന്നോ? ഞാനുണ്ടല്ലോ എന്താ പറയാ, അവിടെ ഉള്ളവരെ കുറിച്ച് നമുക്ക് അറിയാമല്ലോ, അവരിങ്ങനെയൊക്കെ പറയും. ഇപ്പൊ ഞാൻ ഈ ഷാനവാസ് പറഞ്ഞൊരു കാര്യത്തെ കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞങ്ങൾ ഹൗസിനുള്ളിൽ വെച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ശരത്തേട്ടൻ രേഷ്മ ചേച്ചിയുടെ കാര്യമാണ്. അപ്പൊ പുള്ളി അവിടെ നിന്നിട്ട് പറഞ്ഞു, എന്റെ വൈഫ് പ്രഗ്നന്റ് ആണ്, അവളാണ് എന്നെ ഇങ്ങോട്ട് വിട്ടത്. പിന്നെ ഫ്രണ്ട്സിന്റെ കാര്യം പറയും, അവരാണ് അത്രയും മോട്ടിവേഷൻ തന്നു വിട്ടെന്നാ പറയുന്നത്. അപ്പൊ നമ്മള് ഇതുവരെ അങ്ങനെ എനിക്ക് തോന്നുന്നു 1-2 തവണ മാത്രമേ ഞാനും പുള്ളിയും മാത്രമായിട്ടിരുന്നൊക്കെ സംസാരിച്ചിട്ടുള്ളൂ. ആ സംസാരത്തിൽ പുള്ളി രേഷ്മിച്ചിയുടെ കാര്യം തന്നെ പറഞ്ഞിരിക്കുന്നത്. അത് ആ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം. ഇപ്പൊ എന്തെങ്കിലും ഒരു മോശമായിട്ട് ഇപ്പൊ ഷാനവാസ് പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കണ്ടന്റ് ആക്കാൻ വേണ്ടി 4 പാടെ എല്ലാരും കൂടെ അത് കുത്തിപ്പൊക്കി വന്ന് വിഷയമാക്കിയാണ്. അങ്ങനെ ഒരു സാധനം ആ വീടിനുള്ളിൽ ഇല്ല, അത് 100% നമുക്ക് ഉറപ്പാണ്. അപ്പം പിന്നെ തമാശയ്ക്ക് പോലും ഇങ്ങനെ കളിയാക്കുമ്പോ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ കളിയാക്കല്ലേ, കാരണം എനിക്കതൊരു പ്രശ്നമല്ല. കാരണം നമ്മള് ഒരുപാട് അവിടെയുള്ള ഇപ്പൊ നെവിൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ബിൻസി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാറുണ്ട്. എന്റെ അടുത്ത് വന്ന് ഞാൻ ലാസ്റ്റ് ഇങ്ങോട്ട് നമ്മള് ഡ്രസ്സൊക്കെ ചെയ്ത് ലാലേട്ടനെ കാണാൻ പോണ എപ്പിസോഡിൽ നെവിൻ വന്നിട്ട് കുറച്ച് ബ്ലഷ് എന്ന് പറഞ്ഞിട്ട് വന്ന് കിസ്സൊക്കെ ചെയ്തിട്ട് പോകുന്നത്. നമ്മൾ അത്രയും ഫണ്ണായിട്ടാണ് എടുക്കുന്നത്. ഇന്നത്തെ കാലമല്ലേ, ആൺകുട്ടികളും പെൺകുട്ടികളും അടുത്തിരുന്നാലും മിണ്ടി എന്നൊക്കെ പറഞ്ഞാൽ എന്ത് വരാൻ പോവാ. അപ്പം അത്രയും ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ ആ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. എനിക്കറിയാം ഷാനവാസിക്ക ചിലപ്പം ഒരു പേഴ്സണൽ വൈരാഗ്യത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടോ ആണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അത് ഇപ്പൊ അനു ആണെങ്കിലും ആ ഒരു സെയിം എന്താ പറയാ, ഒരു കാര്യമില്ലെന്ന് അറിയാം. അനു ലാസ്റ്റ് ശരത്തപ്പാനി ചെന്ന് മിണ്ടുമ്പോ പറയുന്നുണ്ട്, ചേട്ടാ ഇല്ല അത് അങ്ങനെ മറന്നേക്ക് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ
ശൈത്യ ആദില നൂറയൊക്കെ ചെന്ന് ചോദിക്കുന്നത് എന്തിനാണ് ബിൻസിന് പോയ ആളെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് കള്ളമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ അവരുടെ കണ്ടന്റിന് വേണ്ടി തന്നെ ആയിരിക്കും. പിന്നെ അവർക്കും ആ വീടിനുള്ളിലുള്ള ആരും ഇതുവരെ ബിൻസി പോകും എന്നുള്ളൊരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും മറ്റൊരാൾ പോകും എന്ന് തന്നെ വിചാരിച്ചിരുന്നു. പിന്നെ വീടിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ എല്ലാരും ഇങ്ങനെ മൈൻഡിൽ വെക്കും, എന്താ പുറത്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നത്, പുറത്ത് ഈ ഔട്ടായിരിക്കും പോകുന്നത് എന്നൊക്കെ ചുമ്മാ അവിടെ നിന്ന് പ്ലാൻ ചെയ്യാറുണ്ട്. അപ്പം ഷാനവാസിനെ പോലെ ഒരാളൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് പുറത്ത് എന്തായാലും ഇങ്ങനെ സംസാരം ഉണ്ടായി കാണും, ബിൻസി പോയത് ശരിയായില്ല എന്ന് വിചാരിച്ചിട്ടാകാം മേ ബി അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അതൊരു വലിയൊരു ഷോക്കിംഗ് ആയോ എന്ന് ചോദിച്ചാൽ ആയിട്ടുമില്ല ബിൻസിക്ക്. കാരണം അറിയാം ഇങ്ങനെയാണല്ലോ ഇതിന്റെ ഗെയിം പാറ്റേൺ, ഇങ്ങനെയാണ് അല്ലെ കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് നമുക്കറിയാം. കാരണം ശരത്തേട്ടൻ എന്താണെന്നുള്ളത് അല്ലെ പുള്ളിയായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളത് അവിടെ വെച്ച് തന്നെ ഇന്ന് വരെ അവിടെ ആരും ഒരു സംശയത്തിന്റെ കണ്ണി എന്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. സരിക ചേച്ചിയൊക്കെ എപ്പോഴും പറയും, ഓ ഞങ്ങളെയൊക്കെ സരികേച്ചി എന്ന് വിളിക്കും, ഒരു ബിൻസിനെ മാത്രം ബിൻസിക്കോച്ചി എന്ന് വിളിക്കും. അപ്പൊ പറയാ എന്റെ അപ്പൻ എന്നെ അങ്ങനെയാ വിളിക്കുന്നത്, ഞാൻ എന്റെ അനിയത്തിനോ മരിയക്കോച്ചി എന്നാ വിളിക്കുന്നത്, അത്രേ ഉള്ളൂ അവിടെ. അതാണ്. അപ്പം അതിനകത്ത് എനിക്ക് എന്താ പറയാ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. രേഷ്മേനെ വിളിച്ചു, ബിൻസി ഞാൻ 24 hours ലൈവ് കാണുന്ന ആളാ, ഇന്ന് വരെ എനിക്കൊരു മോശം തോന്നിയിട്ടില്ല അതിനകത്ത്, എനിക്കറിയാം എന്റെ ഹസ്ബൻഡിനെ. ഞാൻ പറഞ്ഞ അത്രേ ഉള്ളൂ, എനിക്ക് അത്രേ ഉള്ളൂ. കൂളായി. അതെ, അപ്പൊ ചിരി വരുന്നില്ല കണ്ടോ. ഇപ്പൊ ബിൻസി ഇത് പറഞ്ഞു വളരെ ബിൻസി വളരെ കൂളായിട്ട് ചിരിച്ചു വിടുകയല്ലേ. അപ്പം ഇങ്ങനെ പറഞ്ഞു പോകുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ പറഞ്ഞു പോയവരുടെ ആ മെസ്സേജസും ആ ഒരു ഇതും കണ്ടപ്പോ ബിൻസി നമുക്ക് ആ റിയൽ ഫാക്ട് അറിയാവുന്ന ഒരാൾക്ക് ഇങ്ങനത്തെ ഓരോന്നും എന്തൊക്കെയാ എഴുതി വെക്കണത്, ഇവരെന്തൊക്കെയാ സത്യം എവിടെ നിൽക്കുന്നു, ഇവരുടെ ഒരു ഡ്രമാറ്റിക് വേർഷൻ എവിടെ നിൽക്കുന്നു, അവരുടെ ഒരു ഇത് ആ ഒരു കോൺട്രഡിക്ഷൻ. എന്റെ അടുത്ത് ഞാൻ ഇറങ്ങി കഴിഞ്ഞ് ഫോൺ കിട്ടും, ഞാൻ അപ്പോഴും ഞാൻ ഇറങ്ങുന്നവരെ ഒരു ഡിസ്കഷനും ഇതിനെ കുറിച്ച് ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് ഫോൺ വിളിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് ബിൻസി വിഷമം ഉണ്ടെന്ന് അറിയാം, പക്ഷേ ബിൻസി ഒരു രീതിയിലും ഒരു നെഗറ്റീവ് വന്നിട്ടില്ല, ബിൻസി നല്ല രീതിയിൽ തന്നെ ബിൻസി നിന്നത് എന്നൊക്കെ പറഞ്ഞു വന്നു. ഒരു ദിവസം കഴിയുമ്പോഴാണ് ഇങ്ങനൊരു സാധനമൊക്കെ ഈ ഷാനവാസ് ഒക്കെ പറഞ്ഞതിന്റെ പേര് കുത്തിപ്പൊക്കിയോടെ ഇറങ്ങും. അപ്പോഴും കൊടുക്കും ദൈവമേ. ഞാൻ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കാരണം അവിടെ ഉള്ള എല്ലാവരും എന്റെ ഫ്രണ്ട്സ് ആണ്. അപ്പം നമ്മളിപ്പോ ഷാനവാസിക്കായിട്ട് വഴക്കുണ്ടാക്കി അല്ലെങ്കിൽ ഞാൻ നമ്മുടെ നെവിനായിട്ട് വഴക്കുണ്ടാക്കി അപ്പൊ തന്നെ പോയി കൂടും, അത്രേ ഉള്ളൂ. അവിടുത്തെ വഴക്കൊക്കെ അങ്ങനെയുള്ളൂ. അപ്പൊ ആ സമയത്ത് പോലും എല്ലാരെയും ഹഗ് ചെയ്തിട്ട്, അക്ബറിക്കാരെ ഹഗ് ചെയ്തിട്ട് പാട്ടി ആ മിസ് ചെയ്യുവേ എന്ന് പറഞ്ഞ വയറിട്ട് ഇങ്ങനെ തട്ടിയിട്ടാ പോരുന്നേ. അതുപോലെ ഞാൻ ആരും വന്നിട്ട് എടി നിന്റെ ഗുഡ് മോർണിംഗ് എപ്പോഴും എന്റെ അടുത്ത് പറയും, ഗുഡ് മോർണിംഗ് കേൾക്കാൻ നല്ല രസമാണ്, അപ്പൊ ഗുഡ് മോർണിംഗ് മിസ് ചെയ്യും. അപ്പൊ അവനൊരു ഗുഡ് മോർണിംഗും പറഞ്ഞിട്ടാ വന്നേ. നെവിനെ അതുപോലെ തന്നെ കെട്ടിപ്പിടിച്ചിട്ടാ വരുന്നത്. ലാസ്റ്റ് ഇറങ്ങിയപ്പോ നെവിൻ പറഞ്ഞു, ബിൻസി ഞാനാ നിന്നെ എവിക്റ്റ് ചെയ്തത്, എന്നോടൊന്നും തോന്നരുത് അങ്ങനെ പറഞ്ഞ് അവനെ ഞാൻ എന്നാ ചെയ്ത, എന്നിട്ട് പോലും ഞാൻ കെട്ടിപ്പിടിച്ചിട്ടാ ഇറങ്ങി പോരുന്നത്. നമ്മൾ ആ ഒരു വൈബിലേ എടുത്തിട്ടുള്ളൂ. ഇപ്പം എന്നെ വിളിച്ചു പറഞ്ഞ ആൾക്കാരൊക്കെ പറഞ്ഞു ബിൻസി നെഗറ്റീവ് ഒക്കെ അവിടെ ഇവിടെ ചെറുതായിട്ടൊക്കെ പൊങ്ങി വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് 2-3 കമന്റ്സ് മാത്രമേ കണ്ടുള്ളൂ. അപ്പൊ അതിന്റെ അടിയിൽ മറ്റുള്ളവർ പ്രതികരിച്ചിട്ടുണ്ട്, ആദ്യം നിങ്ങൾ പോയി 24 hours ലൈവ് കാണും, ഞങ്ങൾ അതൊക്കെ കണ്ട ആൾക്കാരാണ്, അതിനകത്തൊന്നും മോശം പറയാനില്ല. അപ്പൊ ഞാൻ സീക്രട്ട് ഏജന്റിന്റെ ഒക്കെ വീഡിയോ കണ്ടു. അപ്പൊ അതിനകത്തൊക്കെ പുള്ളി ഭയങ്കര പൊളിയായിട്ടാ പറയുന്നത്, ഞാൻ അവിടെ നിന്നാളാ, എനിക്കറിയാം ബിഗ് ബോസ് എന്താണെന്നുള്ളത്. അപ്പൊ അവിടെ എല്ലാവരുടെ കമ്പനിയാണ് ബിൻസിയുടെ, അതിനകത്ത് ഞാൻ ഫുൾ കണ്ട ആളാ, അപ്പൊ എനിക്ക് അതിനകത്ത് ഒന്നും നെഗറ്റീവ് പറയാനില്ല. അങ്ങനെ പറഞ്ഞ് കുറെ പേര് പറയുന്ന കാണുമ്പോ ഒരു സമാധാനം, ബാക്കിയുള്ളവർ പറയട്ടെ ഇങ്ങനെ ചിരിച്ചു വിടുക അത്രേ ഉള്ളൂ. പക്ഷെ ബിൻസിക്ക് അത് ചിരിച്ചിങ്ങനെ വിടുന്നുണ്ട്. പക്ഷെ എങ്ങനെ ബിൻസിയുടെ ഫാമിലി, ബിൻസിയായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ, അവർ ഈ പറയുന്ന ട്രോളും ഈ ഒരു സംഭവത്തെയും അവരെങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്? എന്റെ ഫാമിലി ഭയങ്കര പൊളിയാ, അവർക്ക് എന്നെ നല്ലപോലെ അറിയാം. ഇപ്പൊ എനിക്ക് ബിഗ് ബോസിൽ പോയിട്ട് എന്റെ അടുത്ത് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു, ആരെ അടിച്ചിട്ടും ഇടിച്ചിട്ടും വരരുത്, ഔട്ടായി പോകുന്ന ആരെ കയ്യാങ്കളിക്കൊന്നും പോകരുത് എന്ന് നമ്മള് ചില സമയത്ത് നമ്മള് തമാശക്കാണെങ്കിൽ പോലും അനിയത്തിക്കായിട്ട് വഴക്കുണ്ടാക്കുന്ന സമയത്ത് ഒരു ഇടി കൊടുക്കാൻ തോന്നും. സംടൈംസ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അടിക്കാറുണ്ട്. അപ്പൊ ആർക്കിട്ടൊക്കെയാണ് ഇത് അടി കൊടുത്തിരിക്കുന്നത്? എന്തൊക്കെ സിറ്റുവേഷൻസിലാണ് അടി കൊടുത്തിരിക്കുന്നത്? അനിയത്തിയായിട്ട് വഴക്കുണ്ടാകുമ്പോൾ നമ്മൾ ഓർക്കാൻ ഇങ്ങനെ കൈയൊക്കെ ചെറുതായിട്ട് പോകില്ല, അത് അത്രയും ക്ലോസ് ആയതുകൊണ്ടാണ്.